വിജേഷ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വെല്ലും ഉൾക്കരുത്. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. കേരളം ബൂത്തിലെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക സംവിധാനമെന്ന് തെരഞ്ഞെടുപ്പ് ഓഫീസർ. രാവിലെ 5 മുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ എത്തിക്കാൻ റിപ്പോർട്ടർ ഒരുങ്ങി. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന ഉറച്ച പ്രതീക്ഷ പങ്കുവച്ച നേതാക്കൾ. ഇടതു മുന്നേറ്റമെന്ന് VS. ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയും കുഞ്ഞാലിക്കുട്ടിയും. NDA സ്വാധീനമുറപ്പിക്കുമെന്ന് BJP. തമിഴ്നാടും പോണ്ടിച്ചേരിയും നാളെ ബൂത്തിൽ. ജിഷയുടെ കൊലയാളിയെ പിടികൂടാൻ ഇന്നും പോലീസിനായില്ല. കസ്റ്റഡിയിലുള്ളവർക്ക് വീണ്ടും DNA പരിശോധന. വേണ്ടത്ര തെളിവായെന്ന് പോലീസ്. സലിം രാജ് ഉൾപ്പെട്ട കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസിൽ CBI ശുപാർശ സർക്കാർ പൂഴ്ത്തി. പ്രതികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പുവരുത്തണമെന്ന നിർദ്ദേശം അവഗണിച്ചു. വ്യാജ തണ്ടപ്പ് റദ്ദാക്കണമെന്ന ആവശ്യവും പരിഗണിച്ചില്ല. കേരളത്തിൽ കാലവർഷമെത്താൻ വൈകും. ജൂൺ 7 വരെ കാക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കനത്ത മഴ ലഭിക്കുമെന്നും അറിയിപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗിനായി കേരളം ബൂത്തിലെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം. 140 മണ്ഡലങ്ങളിലായി 1203 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു. 23,289 പ്രവാസി വോട്ടർമാർക്കും നാളെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ അവസരം കിട്ടും. സംസ്ഥാനത്തൊട്ടാകെ 21,498 പോളിംഗ് സ്റ്റേഷനുകളാണ് നാളത്തെ തെരഞ്ഞെടുപ്പിനായി ഒരുക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ 148 താൽക്കാലിക പോളിംഗ് സ്റ്റേഷനുകളും സജ്ജമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ 2,60,19,284 വോട്ടർമാരാണ് ആകെയുള്ളത്. ഇതിൽ 1,25,10,589 പേർ ആണുങ്ങളും 1,00,00,000 കേരളത്തിൽ ഭരണ തുടർച്ചയാണോ ഭരണമാറ്റമാണോ ഉണ്ടാവുക? ചർച്ചയിൽ പങ്കെടുക്കാൻ മുതിർന്ന മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരുമായ ശ്രീ TG മോഹൻദാസ്, ശ്രീ RS ബാബു, ശ്രീ J അജിത് കുമാർ, ശ്രീ NP ചെക്കുട്ടി എന്നിവർ സ്റ്റുഡിയോകളിൽ തയ്യാറാണ്. ചർച്ചയിലേക്ക് ആദ്യം ശ്രീ RS ബാബു. സാധാരണഗതിയിൽ കേരളത്തിൻ്റെ ഒരു നടപ്പ് ശീലമനുസരിച്ച് നിലവിൽ പ്രതിപക്ഷത്തിരിക്കുന്ന മുന്നണി കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുക. കാരണം ഒരു ടേൺ ഒരു മുന്നണിക്കാണെങ്കിൽ അടുത്ത ടേൺ അടുത്ത മുന്നണിക്ക് എന്നുള്ളതാണ് കുറേ കാലമായി ഇവിടുത്തെ അവസ്ഥ. പക്ഷേ ഇത്തവണ ഒരു അപ്രവചനീയ മത്സരം എന്ന പ്രതീതിയാണുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ? അത് ഈ ഭരണ സംവിധാനങ്ങളും മാധ്യമങ്ങളും പ്രയോജനപ്പെടുത്തുന്ന നിലയിലേക്ക് ഉമ്മൻചാണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു ഭരണ തുടർച്ച ഉണ്ടാകും എന്നുള്ള ഒരു ധാരണ സൃഷ്ടിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ധാരണ ഈ നാട്ടിലില്ല. ഒരു ഭരണ തുടർച്ചയും ഉണ്ടാവില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഗ്രാഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 60 വർഷത്തിനിടയിൽ കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവം ഒരു പെൻഡുലം ഫിനോമിനാണ്. ഈ പ്രതിഭാസത്തിൽ ഒരു തവണ ഇടത്തോട്ട് പോവുക, അടുത്ത തവണ വലത്തോട്ട് പോവുക, ഒരു തവണ വലത്തോട്ട് പോവുക, അടുത്ത തവണ ഇടത്തോട്ട് പോവുക. ഈ ഒരു വോട്ടർമാരുടെ മനോഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണെങ്കിൽ പോലും LDF ആണ് ഇവിടെ അധികാരത്തിൽ വരാൻ പോകുന്നത്. അതിനെല്ലാം അപ്പുറമായിട്ട് ജനജീവിതത്തെ സ്പർശിച്ചുകൊണ്ടാണ് വോട്ട് രേഖപ്പെടുത്തുന്നതെങ്കിൽ ആ വോട്ട് LDFന് അനുകൂലമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നല്ല ഭൂരിപക്ഷത്തിൽ LDF അധികാരത്തിൽ വരും. ഇതുവരെ നടന്ന എല്ലാ ഒപ്പീനിയൻ പോളിലും ഏറെക്കുറെ LDFന് അധികാരത്തിൽ വരാൻ കഴിയും എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഒരു 80 സീറ്റിലധികം യഥാർത്ഥത്തിൽ നേടി, 80 മുതൽ 100-ലധികം സീറ്റ് വരെ നേടി LDF അധികാരത്തിൽ വരും എന്നാണ് വിവിധ സർവേ റിപ്പോർട്ടുകൾ നൽകുന്ന. അതാണ് ഇടതു മുന്നണിക്ക് ആത്മവിശ്വാസം നൽകുന്ന ഘടകവും. TG മോഹൻദാസ്, ഇരുധ്രുവ രാഷ്ട്രീയമാണ് കേരളത്തിൽ. ഇക്കുറി ചിലയിടങ്ങളിൽ 10% മണ്ഡലങ്ങളിൽ എങ്കിലും ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ കേന്ദ്രം BJP ഭരിക്കുന്നത് കൊണ്ടും വലിയ തോതിലുള്ള പ്രചാരണ സംവിധാനം ഒരുക്കാൻ കഴിയുന്നത് കൊണ്ടും ആണോ? അതല്ലാതെ
3 4 മണ്ഡലങ്ങളിൽ ഒഴിച്ചു വേറെ എവിടെയെങ്കിലും ത്രികോണ മത്സരമുണ്ടോ? അഭിലാഷ് പറഞ്ഞ പോലെ 3 4 അല്ല, അതിൽ കൂടുതൽ മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം ഡയറക്റ്റ്ലി നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം പ്രവർത്തിക്കുന്നുമുണ്ട്. കേന്ദ്രത്തിലെ ഭരണം അല്ലെങ്കിൽ കേന്ദ്രത്തിലെ പെർഫോമൻസ്, നോൺ പെർഫോമൻസ്, ഇതെല്ലാം ഞങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിൽ അഭിലാഷ് പരാമർശിക്കാതെ വിട്ടൊരു കാര്യം, NDA മുന്നണി പഴയ മുന്നണിയല്ല, കുറേ അധികം വികസിതമായ മുന്നണിയാണ്. BDJS കൂടെയുണ്ട്. BDJSൽ വെള്ളാപ്പള്ളി നടേശൻ്റെ ആ ഒരു സമുദായം മാത്രമല്ല, മറ്റ് സമുദായങ്ങളുമുണ്ട്. അതിലില്ലാതെ അതിലെ വിഘടിത ഗ്രൂപ്പുകളാണ് ഇപ്പുറത്ത് വന്നതെന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും വലിയൊരു ബേസ് വർദ്ധിപ്പിക്കാൻ NDAക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സാധിച്ചിട്ടുണ്ട്. അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തന്നെ അത് വ്യക്തമായിരുന്നു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നോക്കിയാൽ എനിക്ക് തോന്നുന്നു ഒരു 0.2% വ്യത്യാസത്തിലാണ് LDFന് ഒരല്പം മുൻതൂക്കം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലുണ്ടായത്. 37 പോയിന്റ് സംതിങ്. 24,408 വോട്ടിന്റെ മുൻതൂക്കം മാത്രമാണ് LDF. പോയിന്റ് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 75%. അതെ, അപ്പോൾ ഈ 37, 74 പോയിന്റ് കൂടെ കൂട്ടി 75 എന്ന് വെച്ചോ. അപ്പോഴും 25% നോൺ LDF, നോൺ UDF വോട്ടർമാരാണ് കേരളത്തിൽ. ഞാനവർ BJP ആണ് NDA ആണെന്ന് ഞാൻ ക്ലെയിം ചെയ്യല്ല. 25% പുറത്ത് നിൽക്കുന്നു. അതിനകത്ത് ഏകദേശം 18% പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തന്നെ NDAയുടെ കൂടെയായിരുന്നു. ബാക്കി 6% സ്വതന്ത്രന്മാരോ മറ്റ് ചില്ലറ പാർട്ടികളോ LDFലോ UDFലോ ഒന്നും പെടാത്ത ആൾക്കാരൊക്കെ ആയിട്ട് വന്നത്. അപ്പോൾ ഈ 18% ശരിക്കും പറഞ്ഞാൽ ഒരു ത്രഷോൾഡ് ലെവലിന് തൊട്ട് താഴെയാണ്. ഒരു 20% ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് NDAക്ക് സീറ്റുകൾ കിട്ടും. ഇപ്പോൾ നമ്മൾ കേന്ദ്രത്തിൽ തന്നെ കണ്ടതാണല്ലോ, നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ ഒരു പോരായ്മയോ അല്ലെങ്കിൽ കൊള്ളാവുന്നതോ എന്ന് പറയാം. വെസ്റ്റ് മിനിസ്റ്റർ നമ്മുടെ ഫസ്റ്റ് പാസ് ദ ഫ്ലാഗ് സിസ്റ്റം ഉള്ളതുകൊണ്ട് 31% വോട്ടുമായിട്ട് 300 ചില്ലാനും സീറ്റ് ലോക്സഭയിൽ വാങ്ങാൻ NDAക്ക് സാധിക്കുന്നു. ഇത് മറ്റ് പാർട്ടികൾക്കും സാധിച്ചിട്ടുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പിലും ഉള്ള പ്രതിഭാസമാണ്. അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ 18 കഴിഞ്ഞ് ഒരു 20-നടുത്തേക്ക് NDA വന്നു കഴിഞ്ഞാൽ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള സീറ്റുകളായിരിക്കും NDAക്ക് വരും, കിട്ടും എന്നൊരു പ്രതീക്ഷ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമോ? നിലവിൽ NDAക്ക് 14% വോട്ടുകളുണ്ട്. ഇപ്പോൾ ശ്രീ TG മോഹൻദാസ് പറഞ്ഞത് മാതിരി അവരുടെ ആ മുന്നണിയുടെ സാമൂഹ്യ അടിത്തറ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിപുലപ്പെട്ടിട്ടുമുണ്ട്. ഒരു 6-7% വോട്ട് അധികം പിടിച്ചാൽ ഒരു 18 മുതൽ 22 മണ്ഡലങ്ങളിൽ വരെ 25,000-ന് മുകളിൽ വോട്ട് പോൾ ചെയ്യിക്കുന്ന വിധത്തിൽ, അതായത് ഒരുപക്ഷെ ജയിക്കാൻ പോലും കഴിയുന്ന വിധത്തിലേക്ക് മൂന്നാം മുന്നണി കേരളത്തിൽ ശക്തിപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഉണ്ടാവില്ല. കാരണം 2-3 കാര്യങ്ങളുണ്ട്. നമ്മൾ 87 മുതൽ 2011 വരെയുള്ള തെരഞ്ഞെടുപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേടാൻ പറ്റിയ പരമാവധി വോട്ട് എന്ന് പറയുന്നത് 7.5-8% മാത്രമാണ്. അതിൽ നിന്ന് ആകെ ഒരു ഡിഫറൻസ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ വന്നിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണ് ഒരു നേരിയതല്ല, മോശമല്ലാത്ത ഒരു വർധനവുണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായിട്ടുള്ള ഓരോ വോട്ടിനും വേണ്ടി കടുത്ത മത്സരം നടക്കുന്ന ഒരു ഏരിയയാണ്. അപ്പം അതിൽ ആര് വിജയിക്കുന്നു, ആര് പരാജയപ്പെടുന്നു എന്നുള്ളത് ഈ ഇടത് വലത് മുന്നണികൾ തമ്മിൽ തന്നെയുള്ള കടുത്ത മത്സരമാണ് നടക്കുന്നത്. അതിനിടയിൽ തങ്ങളുടെ വോട്ടവകാശം ഒരു മൂന്നാമത്തെ ഫോഴ്സിന് വേണ്ടി വിനിയോഗിക്കുക എന്നുള്ളത് താരതമ്യേന അസാധ്യമായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് 14% എന്ന് പറയുന്ന 15% എന്ന് പറയുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പോലും വോട്ട് അവർക്ക് പിടിച്ചു നിർത്താൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അവർക്കത് പിടിച്ചു നിർത്താൻ പറ്റിയ ഒരു രാഷ്ട്രീയ വിജയമാണ്. പക്ഷെ അത്തരം ആ ഒരു വോട്ട് ലെവലിൽ എത്തൽ പോലും വളരെ ബുദ്ധിമുട്ടായിരിക്കും. തീർച്ചയായും BDJS ഉണ്ട്, അങ്ങനെ ചെറിയ ചെറിയ കക്ഷികളൊക്കെ ഉണ്ട്. പക്ഷെ അവർക്കൊക്കെ എത്ര വോട്ടുണ്ട് എന്നുള്ളത് വളരെ നമ്മൾ ആലോചിച്ച് ചോദിക്കേണ്ട. കാരണം അത് അധികം വോട്ടൊന്നും അവർക്കില്ല. പക്ഷെ തീർച്ചയായും കുറേ കൊടികളുണ്ട്, കുറേ കൂടി ആളുകൾ അവർ കൊണ്ടുവരാണ്ട് ഒരു മുന്നണി എന്ന നിലയിൽ അവർക്ക് വരാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ അത് വോട്ടായിട്ട് മാറാനുള്ള സാധ്യത ഈ തെരഞ്ഞെടുപ്പ് കുറവാണ്. കാരണം 7 നിന്ന് 14-ലേക്കോ 15-ലേക്കോ എത്തിയെങ്കിലും ആ 15-നപ്പുറത്തേക്ക് അവർക്ക് കടന്നു പോകാനുള്ള വളരെ കടുത്ത പ്രതിബന്ധങ്ങൾ അവർക്കുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഇന്ന് നടക്കുന്ന കടുത്ത മത്സരത്തിന്റെ അന്തരീക്ഷമാണ്. അതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ ജെ അജിത് കുമാർ, 2% വോട്ട് BJPക്ക് അനുകൂലമായി മാറിയാൽ
അത് 1.5% UDF-ൻ്റേതും 0.5% LDF-ൻ്റേതുമാകും എന്നാണ് പുറത്തു വന്ന ഒരു കണക്ക്. നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയില്ല. എങ്കിലും ആകപ്പാടെ എന്താണ് സംഭവിക്കുന്നത് എന്നതിലെ ഒരു അവ്യക്തതയുണ്ടോ മുന്നണികൾക്ക്? പരമ്പരാഗതമായ കണക്കുകൂട്ടലുകൾക്ക് വഴങ്ങാത്ത തെരഞ്ഞെടുപ്പാണോ നാളെ നടക്കുന്നത്? ശ്രീ അഭിലാഷ്, ഇതിപ്പോൾ BJP ഒറ്റയ്ക്കല്ലല്ലോ മത്സരിക്കുന്നത്. അവരിപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു വിശാല ഐക്യം, ഒരു സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. BDJS പോലുള്ള പുതുതായിട്ട് രൂപീകരിക്കപ്പെട്ട പാർട്ടികൾ ഉൾപ്പെടെയുള്ളവർ. അതിനകത്ത് ശ്രീ PC തോമസിൻ്റെ പഴയ കേരള കോൺഗ്രസും ഒക്കെ ഉണ്ട്. അല്ലാതെ പറയാനും മാത്രം ഏതെങ്കിലും പാർട്ടികളുടെ പേര് പോലും നമുക്കറിയില്ല. പിന്നെ ചില സാമുദായിക സംഘടനകളും കൂടെ ഉണ്ട്. ശ്രീ PC തോമസിൻ്റെ പാർട്ടി തന്നെ ഇപ്പോൾ എവിടെയാണെന്ന് അദ്ദേഹത്തിന് പോലും നിശ്ചയമില്ല. അപ്പോൾ അതിലിപ്പോൾ NDAയിലെ പ്രധാന സഖ്യകക്ഷിയായ BJPയുടെ പ്രധാന സഖ്യകക്ഷിയായ BDJSനെ ബീജാഭാവം ചെയ്ത ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം ഒരു പ്രസ്താവന ഇന്ന് നടത്തിയുണ്ടായല്ലോ. ഞങ്ങൾ വോട്ടുകൾ പിടിക്കും, ഞങ്ങൾ സീറ്റുകളിൽ ജയിക്കും, പക്ഷേ ഞങ്ങൾ പിടിക്കുന്ന വോട്ടുകൾ ബഹുഭൂരിപക്ഷവും CPM-ൻ്റേതായിരിക്കും എന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ അതിനകത്ത് ചിത്രം വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ ഈ 1.5%, 0.5% കണക്ക് അവിടെ നിൽക്കട്ടെ. BDJS BJP ഐക്യം ഇപ്പോൾ അവർ പിടിക്കാൻ പോകുന്ന വോട്ടുകൾ അത് ശോഷിപ്പിക്കുന്നതും ക്ഷീണിപ്പിക്കുന്നതും CPM-നെയും LDF-നെയും ആയിരിക്കും എന്നാണ് അഭിലാഷ് എനിക്ക് പറയാനുള്ളത്. റൈറ്റ്, അങ്ങനെയൊക്കെയുള്ള കണക്കുകൂട്ടലാണ് UDF പക്ഷത്തുള്ളത് എന്നും തോന്നുന്നു. ശ്രീ RS ബാബു, അപ്പോഴും ഭരിച്ച സർക്കാരിനെക്കുറിച്ച് ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ, അഴിമതിയുടെ കഥകൾ കഴിഞ്ഞ 5 വർഷം മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു. ഇടതുമുന്നണി അത് രാഷ്ട്രീയ പ്രചാരണായുധമാക്കിയിരുന്നു. എന്നിട്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ആ അർത്ഥത്തിൽ ഭരണമുന്നണിയെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്നില്ല എന്നുണ്ടോ? തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ കേന്ദ്രീകരിക്കുന്ന വിവാദങ്ങൾ മറ്റു പലതുമാണ്. സർക്കാരിൻ്റെ വീഴ്ചകളോ സർക്കാരിൻ്റെ അഴിമതിയോ കേന്ദ്രീകൃതമായി ഒരു കുന്തമുന പോലെ കൂർപ്പിച്ചുപയോഗിക്കാൻ എന്തുകൊണ്ടാണ് LDF-ന് കഴിയാതെ പോയത്? അത് തെറ്റായിട്ടുള്ളൊരു വിലയിരുത്തലാണ്. ഇതിൽ ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ പ്രിയ സ്നേഹിതൻ അജിത്ത് പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഞാൻ ഈ മറുപടി തുടങ്ങുകയാണ്. അദ്ദേഹം പറഞ്ഞു BDJS പിടിക്കുന്ന വോട്ടിൽ കൂടുതൽ CPM-ന് കിട്ടേണ്ട വോട്ടുകളാണ് എന്ന് പറഞ്ഞു. ശരിയാണ്. BDJS-ഉം BJP-യും ലക്ഷ്യമിടുന്നത് ഭരണവിരുദ്ധ വോട്ടുകളിൽ ഒരു പങ്കിനെ അടർത്തി മാറ്റി കോൺഗ്രസിനെയും UDF-നെയും സഹായിക്കുക എന്നുള്ള നയം തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ അടിക്കടി സന്ദർശനം നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലാക്ക് കേരളത്തിലെ ഇടതുപക്ഷത്തെ, കേരളത്തിലെ LDF-നെ ക്ഷീണിപ്പിക്കുക, LDF അധികാരത്തിൽ വരുന്നതിനെ തടയുക എന്നുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് മോഡി ഈ വോട്ടുപിടുത്ത യാത്രകൾ ഇവിടെ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതനിരപേക്ഷ രാജ്യമായി നിൽക്കരുത്, ഒരു ഹിന്ദു രാഷ്ട്രമായി മാറണം എന്നുള്ള RSSൻ്റെ അജണ്ട നടപ്പാക്കണം എന്നുള്ളതാണ്. അതിന് പ്രധാന തടസ്സം ഇടതുപക്ഷത്തിൻ്റെ ശക്തിയാണ്. കേരളത്തിൽ നിന്ന് പോകുന്ന കുട്ടികൾ അവർ JNU-ലാവട്ടെ ഹൈദരാബാദ് സർവകലാശാലയിലാവട്ടെ അവിടങ്ങളിലെല്ലാം ഈ ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുന്നതിനെതിരായി അതിശക്തമായ പോരാട്ടമാണ് നടത്തുന്നത്. ശരി, അത്തരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന് ന്യായമായും ഇടതുപക്ഷത്തിന് പ്രതീക്ഷിക്കാം. ശ്രീ TG മോഹൻദാസ്, ആദ്യമായി അല്ല BJP-യെ സംബന്ധിച്ച് വോട്ട് ഷെയർ ഉയരുന്നത്. 2004 തന്നെ അത് ഇരട്ടയക്കത്തിൽ എത്തിയതാണ്. പക്ഷെ പിന്നീട് 6-ലേക്ക് വീഴുന്നത് നമ്മൾ കണ്ടു. തെരഞ്ഞെടുപ്പുകൾ വ്യത്യസ്തമാണ്. ഇതൊരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അവിടെ ജനങ്ങൾ തീരുമാനിക്കുന്നത് ഒരു ഭരണ തുടർച്ച വേണോ അല്ലെങ്കിൽ ഭരണമാറ്റം വേണോ എന്നുള്ളതാണ്. അക്കാര്യത്തിൽ ഉള്ള സാധ്യതകൾ മനസ്സിലാക്കി ആര് വേണം പുതിയ ഭരണമുന്നണി എന്ന് തീരുമാനിക്കാനുള്ള മത്സരത്തിൽ BJP ഇല്ലാത്തതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്ന വോട്ടോ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആര് ഇന്ത്യയെ നയിക്കണം എന്ന ചിന്തയിൽ നിന്ന് വന്ന വോട്ടോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടില്ലല്ലോ. അല്ല, അത് അഭിലാഷ്, അത് ഒരു പൊളിറ്റിക്കൽ റീഡിംഗ് ആണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചിക്കുക എന്ന് പറയുന്നത് ഏറ്റവും അപകടം പിടിച്ചൊരു പണിയാണ്. ഒരു പ്രവചനത്തിനും ഒരു തെരഞ്ഞെടുപ്പും വഴങ്ങാറില്ല. ചിലപ്പോഴൊക്കെ പ്രവചനം ശരിയാവാറുണ്ട്. അതിങ്ങനെ അബദ്ധവശാൽ ശരിയാവുന്നതാണ്, അല്ലാതെ ഏതെങ്കിലും സെഫോളജിസ്റ്റിൻ്റെ മഹാജ്ഞാനം കൊണ്ട് ശരിയാവുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല.
ഒപ്പീനിയൻ പോൾ നടക്കാറുണ്ട്, എക്സിറ്റ് പോൾ നടക്കാറുണ്ട്, അനാലിസിസ് നടക്കാറുണ്ട്, ഞാനും ഒക്കെ ചെയ്യാറൊക്കെ ഉണ്ട്. അത് ശരിയാവുകയാണെങ്കിലും യാദൃച്ഛികമാണ്, തെറ്റാണെങ്കിലും യാദൃച്ഛികമാണ്. അതുകൊണ്ട് വളരെ റിസ്കി ആയിട്ടുള്ളൊരു ഏരിയയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൻ്റെ ഒരു അനിശ്ചിതത്വം എപ്പോഴും ഉണ്ട്. ഇപ്പം ഞാൻ സംസാരിച്ചാലും അജിത്താണെങ്കിലും ചെക്കുട്ടിയാണെങ്കിലും ആര് സംസാരിച്ചാലും അനിശ്ചിതത്വമുണ്ട്. അനിശ്ചിതത്വം നിൽക്കെ തന്നെയുള്ള കാൽക്കുലേഷനാണ് നമ്മൾ നടത്തുന്നത്. ഞാനിത് പറയാൻ കാര്യം, അഭിലാഷ് നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഇഷ്യൂലെസ് തെരഞ്ഞെടുപ്പായിരുന്നു. ഒരുപാട് ഇഷ്യൂകൾ വന്നു, അതുകൊണ്ട് ഇഷ്യൂലെസ് ആയിപ്പോയി തെരഞ്ഞെടുപ്പ്. ഇഷ്യൂലെസ് തെരഞ്ഞെടുപ്പുകളുടെ ഒരു കൺവെൻഷണൽ വിസ്ഡം വെച്ച് പറഞ്ഞാൽ ഇഷ്യൂലെസ് തെരഞ്ഞെടുപ്പിൽ ഇൻകംബന്റ് സർക്കാരിന് ഒരു അപ്പർ ഹാൻഡ് കിട്ടും, ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന്. ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് ചെറിയൊരു ബെനിഫിറ്റ് ഉമ്മൻചാണ്ടിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്പർ 2, ക്രിട്ടിക്കലായിട്ടുള്ള ഇഷ്യൂസിൽ LDF ഉമ്മൻചാണ്ടിയുടെ അജണ്ടയെ പിന്തുടരുന്നൊരു ചിത്രവും വന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് നമ്മൾ കൊണ്ടുവന്ന് നിർത്തി തെരഞ്ഞെടുപ്പ് പ്രചരണം കൊണ്ടുവന്ന് നിന്നത് സോമാലിയ വിഷയത്തിലാണ്. സോമാലിയ വിഷയം അദ്ദേഹം ഷെഡ്യൂൾ ട്രൈബിനെ പറ്റിയാണ് പറഞ്ഞതെങ്കിലും സമർത്ഥനായ ഉമ്മൻചാണ്ടി ഇത് ട്വിസ്റ്റ് ചെയ്തിട്ട് കേരളത്തിനെതിരെയുള്ള കമൻ്റാക്കി മാറ്റി. ഞാനതിൽ പരാതി പറയുകയില്ല, രാഷ്ട്രീയക്കാർ ചെയ്യുന്നതാണ്. ഒരു സ്പിൻ കൊടുത്തു, ഒരു ട്വിസ്റ്റ് കൊടുത്തു. ട്വിസ്റ്റ് കൊടുത്തിട്ട് ഇത് കേരളത്തിലെ അപമാനിക്കലാണ് എന്ന് പറഞ്ഞപ്പോൾ LDFും കേരളത്തെ അപമാനിക്കലാണ് എന്ന് ആവർത്തിച്ചു. തൊട്ടടുത്ത ദിവസം NDA അച്യുതാനന്ദൻ സോമാലിയെ എന്ന് വിളിക്കുന്ന വീഡിയോ ഇറക്കി കഴിഞ്ഞപ്പോൾ LDF സർപ്പക്കാവിൽ കയറി കറക്കിച്ച പോലെയായി, വെച്ച കാല് പുറകോട്ടെടുക്കാൻ മേല. ഉമ്മൻചാണ്ടി മുന്നോട്ട് തന്നെ പോവുകയും ചെയ്യുന്നു. ആ ഇഷ്യൂവിൽ ഉമ്മൻചാണ്ടിയുടെ B ടീമായിട്ട് നിൽക്കേണ്ടി വന്നു LDFന്. ഇനി മറ്റ് അഴിമതിയും എത്രാം കായൽ ഇതുപോലെയുള്ള എടുത്തു നോക്കൂ. അതിനകത്ത് കോൺഗ്രസിനുള്ളിൽ ഒരു പ്രതിപക്ഷം രൂപപ്പെട്ടു വന്നു, VM സുധീരൻ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നെക്ക് ടു നെക്ക് റേസ് വരാൻ കാര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും VS ആയിരുന്നു. അതായിരുന്നു ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ വോട്ടും ഭരണകക്ഷിയോടുള്ള ദേഷ്യത്തിൻ്റെ വോട്ടും CPMന് തന്നെ കിട്ടുന്ന രീതിയിൽ ഒരു പ്രതീതി സൃഷ്ടിച്ചു. ഇത്തവണ ആ റോള് VM സുധീരൻ ഏറ്റെടുത്തു. VM സുധീരൻ എന്ത് ചെയ്തു? മെത്രാങ്കായൽ വിഷയം, മറ്റ് കാരുണ്യയുടെ വിഷയം, എന്ത് വിഷയം വന്നു കഴിഞ്ഞാലും VM സുധീരൻ, VD സതീശൻ, TN പ്രതാപൻ ഇതുപോലുള്ളവർ ചാടിക്കേറി പ്രതികരിക്കാൻ തുടങ്ങി. അവരുടെ B ടീമാകേണ്ട ഒരു ഗതികേടും LDFനുണ്ടായി. LDF ഞാൻ കാണിച്ച സത്യത്തിൽ രാഷ്ട്രീയം വിട്ട് ഞാൻ മാറി നിന്ന് ഒരു നിരീക്ഷകരായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നി. എന്തുകൊണ്ടാണ് ഇങ്ങനെ വിട്ടുകൊടുക്കുന്നത്? എന്തുകൊണ്ടാണ് UDFന്റെ B ടീമായിട്ട് LDF മാറുന്നത്? ഇവിടെ സൂചിപ്പിച്ച 2 കാര്യങ്ങൾ. ഒന്ന്, ഒരു തരംഗരഹിതമായ തെരഞ്ഞെടുപ്പാണ്. നമുക്ക് ഉപരിതലത്തിൽ ഏതെങ്കിലും ഒരു ട്രെൻഡ് കാണുന്നില്ല. 2, ഏതെങ്കിലും ഒരു ഇഷ്യൂവിൽ കേന്ദ്രീകരിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല. അങ്ങനെ തെരഞ്ഞെടുപ്പ് വിധിയെ നിർണ്ണയിക്കുന്ന ഒരൊറ്റ വിഷയമായി ഒന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലയളവിൽ പല വിഷയങ്ങൾ വന്നു, അതിന് പല മാനങ്ങളുണ്ടായി, പല വ്യാഖ്യാനങ്ങളുണ്ടായി. ആർക്കാണ് അതിൻ്റെ ഒരു ഗുണം കിട്ടുക എന്നറിയില്ല. എന്തായാലും അതിനൊരു ഏക ഗുണഭോക്താവില്ല. അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വിധിയെ നമ്മൾ എങ്ങനെയാണ് പ്രതീക്ഷിക്കേണ്ടത്? നമ്മൾ തെരഞ്ഞെടുപ്പിൽ ഇഷ്യൂ ഇല്ല, അല്ലെങ്കിൽ ചില പ്രത്യേകമായിട്ടുള്ള വിഷയങ്ങൾ ജനങ്ങളെ ഗൗരവമായിട്ട് ബാധിക്കുന്നില്ല എന്നുള്ള ഒരു അസസ്മെന്റിനോട് എനിക്ക് യോജിപ്പില്ല. അത് മോഹൻദാസ് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ പുറമേ നോക്കിക്കഴിഞ്ഞാൽ നിരവധി വിഷയങ്ങൾ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ടെന്നുള്ള ശരിയാണ്. പക്ഷേ there are certain issues which are very consistent. വളരെ ഗൗരവമായിട്ട് ഇതിൻ്റെ തുടക്കം മുതലേ ജനങ്ങളെ ആകർഷിക്കുകയും അവരുടെ മനസ്സിനെ പിന്നെ അട്രാക്ട് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു BJP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി പ്രധാനമായിട്ട് കേരളത്തിൻ്റെ ഭരണത്തിൽ ഒരു സ്വാധീനം ചെലുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അങ്ങനെ വരുന്ന സമയത്ത് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അവരുടെ മനസ്സിനെ ബാധിക്കുന്ന ഏറ്റവും നിർണായകമായ ഘടകം എന്ത് തരത്തിലുള്ള BJP ഇൻഫ്ലുവൻസ് എന്നുള്ളതാണ്. ആ ഒരു സാധ്യതയാണ് ഞാൻ കാണുന്ന ഏറ്റവും നിർണായകമായ ഘടകം, ദ കൺസോളിഡേഷൻ ഓഫ് ദ മൈനോറിറ്റീസ് ഇൻ എ പെർട്ടിക്കുലർ മാനർ. അത് ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യോ UDFന് ഗുണം ചെയ്യോ എന്നുള്ള പ്രശ്നം ഞാൻ ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ ആ ഒരു പ്രശ്നമാണ് കേരളത്തിനെ സംബന്ധിച്ച് ഏതാണ്ട് 50% വരുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗൗരവമായിട്ട് എടുത്തുള്ള പ്രശ്നം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഭരണത്തെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുക. ഈ ഭരണം 5 വർഷം പൂർത്തിയാക്കുന്ന ഈ സന്ദർഭത്തിൽ ഏതെങ്കിലും തരത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു
ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഒരു ഫീലിംഗ് ജനങ്ങൾക്കിടയിൽ വ്യാപകമായി കാണാൻ കഴിയുന്നുള്ളൂ. അതില്ല എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഈ ഭരണത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമായിട്ട് വരാനിടയുള്ള ചില ഘടകങ്ങളുണ്ട്. ആ ഒരു സാധ്യത കൂടി മനസ്സിലാക്കിക്കൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ഭരണത്തെ സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തൽ, രണ്ട് BJP എടുക്കാൻ പോകുന്ന പൊസിഷനെ കുറിച്ചുള്ള വിലയിരുത്തൽ. ഈ രണ്ടും ഉള്ളതാണ്. അതെങ്ങനെ റിസൾട്ട് വരും എന്നുള്ളത് നമുക്ക് നാളെ കാണാൻ. തീർച്ചയായും എനിക്ക് കോൺഗ്രസിന്റെ പ്രതികരണത്തിലേക്ക് വരുന്നതിന് മുൻപ് ശ്രീ RS ബാബു, ഉമ്മൻചാണ്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട ഫലപ്രദമായി നിർണ്ണയിക്കാൻ കഴിഞ്ഞോ? ഭരണപരാജയം, അഴിമതി തുടങ്ങിയ വിഷയങ്ങൾ തീവ്രമായ ചർച്ചയാകേണ്ട സമയത്ത് മറ്റു വിവാദ വിഷയങ്ങൾ വന്നു. ആദ്യം BJP ബാന്ധവം എന്ന ആരോപണം ഇടതുമുന്നണി ഉന്നയിച്ചപ്പോൾ ചിലയിടങ്ങളിൽ BJPയുമായിട്ടാണ് മത്സരം എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. അത് ചർച്ചയായി. അതിനുശേഷമാണ് ഈ സോമാലിയ വിവാദം വരുന്നത്. ഏറ്റവും അവസാന നാളുകളിൽ അതാണ് ചർച്ചയായത്. യഥാർത്ഥത്തിൽ പല വിഷയങ്ങളിൽ നിന്നും അജണ്ട മാറ്റാൻ ഫലപ്രദമായി ഉമ്മൻചാണ്ടിക്ക് കഴിയുകയും ഇടതുമുന്നണിക്ക് അതിൻ്റെ പിന്നാലെ പോയി അണിചേരേണ്ടി വരികയും ചെയ്തു. അഭിലാഷിൻ്റെ ഈ പറഞ്ഞ അഭിപ്രായങ്ങൾ അത്രത്തോളം ശരിയല്ല. ഇതിൽ ചെക്കുട്ടി പറഞ്ഞ കാര്യമാണ് വളരെ ശരിയായി വരുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു അജണ്ട ഉണ്ട്. ആ അജണ്ട ഉമ്മൻചാണ്ടി നിശ്ചയിച്ചിട്ടുള്ള അജണ്ടയല്ല. ഈ നാട്ടിലെ ജനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു അജണ്ടയുണ്ട്. ആ അജണ്ടയിൽ പ്രധാനപ്പെട്ടത് 3 കാര്യങ്ങളാണ്. ഒന്ന്, മതനിരപേക്ഷതയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് BJP പ്രതിക്കൂട്ടിലാകുന്നത്. മോഡി ഇവിടെ വന്നിട്ട് പലതവണയായിട്ട് സന്ദർശിച്ചിട്ട് പോയി നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ, കാര്യങ്ങൾ, ഇതെല്ലാം ഒരു മോഡി വിരുദ്ധ തരംഗമായിട്ട് കേരളത്തിൽ ആഞ്ഞടിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് ബീഹാറിലെ പോലെ ഡൽഹിയിലെ പോലെ BJP തോറ്റമ്പാൻ പോവുകയാണ്. കേരളത്തിൽ ഇത്തവണയും നിയമസഭയിൽ താമര വിരിയില്ല എന്നുള്ളത് ഉറപ്പാണ്. രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അഴിമതിയുടേതാണ്. അഴിമതിയുടെ വിഷയത്തിൽ ഉമ്മൻചാണ്ടി പ്രതിക്കൂട്ടിലാണ്. 2 ദിവസം മുമ്പ് ഒരേ ദിവസം തന്നെ 3 ഉമ്മൻചാണ്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്ന 3 സംഭവങ്ങളാണ് ഉണ്ടായത്. ഒന്ന്, പാം ഓയിൽ കേസിലെ സുപ്രീം കോടതിയുടെ വിധി. 2, സോളാർ കേസിലെ സരിതയുടെ വെളിപ്പെടുത്തൽ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോന്നും യഥാർത്ഥത്തിൽ ഒരു ദിവസം തന്നെ സംഭവിക്കുകയാണ്. ഇങ്ങനെ ഓരോ വിഷയങ്ങളിലും ഉമ്മൻചാണ്ടി മറ്റൊന്നാക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും, ഉമ്മൻചാണ്ടി അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ മറ്റൊന്നാക്കാനായിട്ട് പരിശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങളിൽ നിന്നൊന്നും ഓടി ഒളിക്കാനായിട്ട് പറ്റില്ല. ഉമ്മൻചാണ്ടിയുടെ ഭരണം. ശ്രീ NB ചെക്കുട്ടി നടത്തിയ നിരീക്ഷണം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. ഒന്ന്, കേരളം ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ് ആണ്. ആഴത്തിൽ രാഷ്ട്രീയ ബോധം ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു സംസ്ഥാനത്ത് BJP ഒരു പ്രധാനപ്പെട്ട കക്ഷിയായി വരുന്നതിനെ പ്രതിരോധിക്കാൻ ഏകീകൃതമായ വോട്ടിംഗ് ഒരു പക്ഷേ ഉണ്ടായേക്കാം. അതിനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തേത്, ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഈ BJP ഘടകത്തോടുള്ള ഭീതിയാണ്. അതും ഏകീകൃതമായ ഒരു വോട്ട് പാറ്റേണായി വന്നേക്കാം. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ആർക്കാണ് മുൻതൂക്കം? ഇവിടെ ന്യൂനപക്ഷ സംഘടനകളെ എടുത്താൽ മുൻപത്തേത് മാതിരി UDF പക്ഷത്തെ എല്ലാവരും നിൽക്കുന്ന സാഹചര്യവും ഇല്ല. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും മതേതര വോട്ടുകളുടെ ഏകീകരണവും ഇടതു മുന്നണിക്ക് അനുകൂലമായി സംഭവിച്ചാൽ നമ്മൾ ഈ പറയുന്ന 80-85 റേഞ്ചിനപ്പുറത്ത് ഒരുപക്ഷെ 3 അക്കത്തിലേക്ക് പോകാൻ ഇടതു മുന്നണിയെ സംബന്ധിച്ച് സാധിക്കില്ലേ? അത് ഭയപ്പെടേണ്ടേ വലതുപക്ഷം? ശ്രീ അഭിലാഷ്, എനിക്ക് കൃത്യമായിട്ടും ശ്രീ ചെക്കുട്ടി പറഞ്ഞതിനോടുള്ള മറുപടി പറയുന്നതിന് മുമ്പ് ശ്രീ മോഹൻദാസ് മുന്നോട്ട് വെച്ച ഒരു കൺസെപ്റ്റ്, അതായത് ഏതെങ്കിലും ഒരു ഗൗരവതരമായ വിഷയത്തെ സംബന്ധിച്ചൊരു ചർച്ച ഈ പ്രചരണ കാലത്ത് എങ്ങും ഉണ്ടായിട്ടില്ല. ഇത്തവണ നമുക്കറിയാം, നമുക്ക് ഒരു ദീർഘമായ ഒരു കാലം കിട്ടി നമുക്ക് പ്രചരണത്തിലേക്ക് പോകാൻ വേണ്ടി. റണ്ണപ്പ് ടു ദ ഇലക്ഷൻ നമ്മൾ പറയുന്ന പോലെ. ഇപ്പോൾ ഈ നാളെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിന് 2 മാസം മുമ്പ് തന്നെ ഏകദേശം പ്രചരണ രംഗം, ആ കളമൊന്ന് ഏകദേശം ഒന്ന് വ്യക്തമായി വന്ന സമയമുണ്ട്. ഒരുപക്ഷെ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ കുറച്ച് നീണ്ടുപോയിട്ടുണ്ടാകാം. പക്ഷേ എങ്കിൽ പോലും കൃത്യമായ ഒരു അജണ്ടയുടെ പുറത്ത് ഇലക്ഷൻ ഫൈറ്റ് ചെയ്യാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ പുതുതായിട്ട് രൂപീകൃതമായ NDA സഖ്യത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുന്നു. ശ്രീ മോഹൻദാസിൻ്റെ അഭിപ്രായത്തോട് ഞാൻ അനുകൂലിക്കുകയാണ്. മറ്റൊന്ന്, ശ്രീ ചെക്കുട്ടി പറഞ്ഞ ഒരു മൈനോറിറ്റി ന്യൂനപക്ഷ
വോട്ട് സമാഹരണം, മൈനോറിറ്റി കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. മൈനോറിറ്റികളുടെ കൺസോളിഡേഷൻ ഉണ്ടാകുന്നത് എല്ലാ കാലത്തും UDF അനുകൂലമായിട്ട് ഗുണകരമായിട്ടാണ് മാറിയിരിക്കുന്നത്. അതായത് ഈ പറഞ്ഞ BJPയുടെ സംഘപരിവാർ അജണ്ട ഇവിടെ വരുന്ന ഈ മൈനോറിറ്റീസിന് ഒരു ഭീഷണിയായി നിൽക്കെ അവരുടെ താല്പര്യങ്ങൾ നമുക്കറിയാം. ആരെന്ത് ഏത് വസ്ത്രം ധരിക്കണം, ആരെന്ത് ഭക്ഷിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ അടുക്കളയിലേക്ക് വരെ വന്ന് കയറി എന്ന് ഈ ഫ്രിഡ്ജ് തുറന്നു നോക്കിയിട്ട് ഇതിനകത്തിരിക്കുന്ന ഇറച്ചി അത് പോത്തിൻ്റെതാണോ പശുവിൻ്റെ ആണോ കാളയുടെ ആണോ മാടിൻ്റെ ആണോ ആടിൻ്റെ ആണോ എന്ന് പരിശോധിക്കുന്ന ലെവൽ വരെയുള്ള ആ ഒരു സംഘപരിവാറിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു അതിന്റെ ഗുണഭോക്താവ് ആര് എന്നുള്ള കാര്യത്തിലാണ് സംശയം. ശ്രീ TG മോഹൻദാസ്, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് അവസാന ദിവസങ്ങളിൽ ഉയർന്ന വിഷയങ്ങളുടെ പേരിലായിരിക്കും ആളുകൾ അവരുടെ വോട്ടാർക്ക് എന്ന് തീരുമാനിക്കുക എന്ന് കരുതുന്നത് അതിശയോക്തിപരമല്ലേ? അതിനപ്പുറത്ത് കേരളത്തിലെ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണല്ലോ. അവർ കൃത്യമായ ഒരു തീരുമാനം എടുത്ത് നാളെ ആ തീരുമാനം നടപ്പാക്കാൻ പോവുകയായിരിക്കുമല്ലോ. അതല്ലാതെ ഏതെങ്കിലും വാക്കിൻ്റെയോ വാചകത്തിൻ്റെയോ പുറത്തുണ്ടായിട്ടുള്ള വിവാദങ്ങളിൽ അഭിരമിച്ച് വൈകാരികമായൊരു വോട്ടിംഗ് എന്നതിനപ്പുറത്ത് ജനങ്ങൾക്ക് തീരുമാനമെടുക്കാൻ ധാരാളം സമയമുണ്ടായിരുന്നു. ജനങ്ങൾ അവരുടെ മനസ്സനുസരിച്ച് അതിനനുസരിച്ച് തയ്യാറായി കാണുമല്ലോ. അത് ഒരു വശത്ത്. രണ്ടാമത്തേത്, എങ്ങനെയാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി ഇടതുമുന്നണിക്ക് നേട്ടമുണ്ടായത് എന്ന് ചോദിച്ചാൽ അതിൽ ദേശീയ തലത്തിലുണ്ടായ അസഹിഷ്ണുതാ വിവാദവും ബീഫ് വിവാദവും വലിയ തോതിലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇടതുമുന്നണി പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ UDF-നേക്കാൾ അവർക്ക് മേൽക്കൈ ഉണ്ടാകുന്ന സാഹചര്യം അങ്ങനെ രാഷ്ട്രീയമായി സംഭവിച്ചു. അതിൻ്റെ ഒരു ആവർത്തനം ഉണ്ടാകാമല്ലോ. ഉണ്ടാവും എന്ന് ഇടതുമുന്നണി കരുതുന്നില്ല അഭിലാഷ്. അങ്ങനെ കരുതുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ നോക്കൂ, സ്റ്റാർ ക്യാമ്പയിനറായിട്ട് കേരളത്തിൽ കനയ്യകുമാർ വരുമെന്ന് പറഞ്ഞു. വന്നില്ലല്ലോ. മിനിഞ്ഞാന്നോ മറ്റോ വന്നിട്ട് പട്ടാമ്പിയിലൊന്ന് പ്രസംഗിച്ചിട്ട് തിരിച്ചുപോയി. എന്താ വരാഞ്ഞത്? ബീഫ് വിവാദം ഇപ്പോൾ എങ്ങും ഇല്ലല്ലോ. ഉണ്ടോ? ഈ തെരഞ്ഞെടുപ്പിലുണ്ടോ? ഇല്ല. രോഹിത് വെമുല ഈ തെരഞ്ഞെടുപ്പിലുണ്ടോ? ഇല്ല. ഇതിന് കാരണം എന്താ? അത് നഷ്ടക്കച്ചവടമാണ് എന്ന് മനസ്സിലാക്കി അതുകൊണ്ട് ആരും ആ അജണ്ട പുറത്തെടുത്തില്ല. ഈ ന്യൂനപക്ഷത്തിൻ്റെ കൺസോളിഡേഷൻ്റെ ഒരു ഡേഞ്ചർ എന്താണെന്നറിയാമോ? സൈമൾട്ടേനിയസ്ലി ഇപ്പുറത്ത് ഭൂരിപക്ഷത്തിൻ്റെ ഒരു കൺസോളിഡേഷൻ ഉണ്ടാവും. പഴയ കാലമല്ല. ന്യൂനപക്ഷത്തിൻ്റെ കൺസോളിഡേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചയും ഇന്നുമായിട്ട് KCBCക്ക് 2 പ്രസ്താവനകൾ കൊടുക്കേണ്ടി വന്നു. ആ പ്രസ്താവന പോലും വിവാദമോ ചർച്ചയോ ആയില്ല. KCBC അതിനകത്ത് ഈ 2 പ്രസ്താവനയും ചേർത്ത് അബ്സ്ട്രാക്റ്റ് ഞാൻ പറയുകയാണ്. KCBC പറഞ്ഞു സ്വഭാവശുദ്ധിയുള്ളവരായിരിക്കണം. തർക്കമില്ല. ദൈവവിശ്വാസികളായിരിക്കണം. അപ്പോൾ ആരെയാ മനസ്സിൽ കാണുന്നത്? വ്യക്തമാണല്ലോ. അസഹിഷ്ണുതാവാദികളാകരുത്. അപ്പോൾ ഈ KCBCയുടെ ആഹ്വാനം ആർക്ക് വോട്ട് ചെയ്യാനാണ്? ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ന്യൂനപക്ഷത്തിൻ്റെ കൺസോളിഡേഷൻ ആരെങ്കിലും ഒരാൾ അവകാശപ്പെട്ട് കഴിഞ്ഞാൽ അതത്ര ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ന്യൂനപക്ഷത്തിൻ്റെ കൺസോളിഡേഷൻ കേരളത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ന്യൂനപക്ഷ സംബന്ധിയായ ഒരു പ്രശ്നവും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയ്ക്ക് വന്നിട്ടില്ല. ഇന്നിപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ ഇന്നത്തെ മനോരമ പത്രത്തിൻ്റെ കൂടെ ദേശാഭിമാനിയുടെ ഒരു സപ്ലിമെൻ്റ് വെച്ചിട്ട് ആലപ്പുഴ ചേർത്തല ഭാഗങ്ങളിൽ വിതരണം ചെയ്തിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ ബീഫ് അത് ഇതൊക്കെ ഉണ്ട്. അതിൽ UDF-നെ ആക്രമിക്കുന്നേ ഇല്ല. താഴെ ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു കോളത്തിൽ UDF-ൻ്റെ അഴിമതി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ ബാക്കി മുഴുവൻ BJPക്കും NDAക്കും എതിരാണ്. വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ളതും കാര്യങ്ങളും ഒക്കെ ശാശ്വതാനന്ദൊക്കെ. ഈ ഒരു അവസ്ഥ LDF-ന് വരാൻ കാര്യം എന്താ? കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ക്യാമ്പയിൻ അവർ നടത്തിയില്ല എന്നുള്ള കുറ്റബോധം അവർക്ക് തന്നെയുണ്ട്. കനയ്യകുമാറിനെ കൊണ്ടുവരണമെന്ന് വിചാരിച്ചു, പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു, പിന്നെ വീണ്ടും കൊണ്ടുവരാൻ തീരുമാനിച്ചു, പട്ടാമ്പി മാത്രം മതി എന്ന് തീരുമാനിച്ചു. സോമാലിയ വിവാദത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞു. അതേസമയം താൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെയായി. ഇങ്ങനെ LDF പുറകിലേക്ക് പോയി. ആ ഗ്യാപ്പിലേക്കാണ് NDA തള്ളിക്കയറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ പറയുന്നതിന് ഒരു ലോജിക്കുണ്ട്. പക്ഷേ ഇതൊന്നും ആപ്ലിക്കബിൾ ആകണമെന്നില്ല തെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ എനിക്ക് മുമ്പേ സംസാരിച്ച RS ബാബു അദ്ദേഹം കുറേ പ്രസ്താവനകൾ നടത്തി. അദ്ദേഹത്തിൻ്റെ ആഗ്രഹചിന്തകൾ മാത്രമാണ്. അതിനുള്ള ലോജിക്ക് അദ്ദേഹം പറയുന്നില്ല. മോദി വിരോധം കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. എനിക്ക് തിരിച്ചു പറയാം, അച്യുതാനന്ദനോടുള്ള വിരോധം കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയാം. അപ്പോൾ അങ്ങനെ നമ്മൾ പ്ലെയിൻ ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് നമ്മൾ അങ്ങനെ കൊണ്ടുപോകരുത്. അതൊരു ശരിയായ കാര്യമാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായതുപോലെ ഉള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ടോ കേരളത്തിൽ? അത്
ആ വിവാദത്തിൻ്റെ കാലമായിരുന്നു. ബീഫ് കഴിച്ചു എന്ന പേരിൽ 3 ആളുകൾ കൊല്ലപ്പെടുന്ന അവസ്ഥ. ബീഫ് കഴിക്കുകയോ മാടിനെ കൈവശം വയ്ക്കുകയോ ചെയ്തതിൻ്റെ പേരിൽ അതുപോലെയുള്ള അസഹിഷ്ണുത നിറഞ്ഞ പ്രസ്താവനകൾ ഉണ്ടാകുന്നു. അതൊരു ദേശീയ ഡിസ്കോഴ്സായി മാറുന്നു. അതിൻ്റെ പേരിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലായിരുന്നു ആ തെരഞ്ഞെടുപ്പ് നടന്നത് എങ്കിൽ ഇപ്പോൾ നമുക്ക് അത് കുറച്ച് മാസങ്ങൾ അകലെയാണ്. 6-7 മാസത്തിൻ്റെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷത്തിൻ്റെ നേരനുഭവമില്ല. JNU സംഭവം പോലും 4 മാസം പഴയതാണ് എന്നുള്ള നില വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ ഒരു പ്രധാനപ്പെട്ട വ്യവഹാരമായി മാറാതിരിക്കാനല്ലേ സാധ്യത? അങ്ങനെയല്ല നമ്മൾ കണ്ടത്. കഴിഞ്ഞ 6 മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പ്രചണ്ഡമായിട്ടുള്ള പ്രചാരവേല നടന്നതുകൊണ്ടാണ് ഒരു പക്ഷേ ഒരു വോട്ടുകളിലുള്ള കൺസോളിഡേഷൻ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വന്നത്. ആ ഒരു അന്തരീക്ഷം ഇന്ന് നിലനിൽക്കുന്നില്ല. അതേ സമയത്ത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള കൺസോളിഡേഷൻ കൂടുതൽ ശക്തിപ്പെടുത്തണം എന്നുള്ള ഒരു ബോധം കൂടി വന്നിട്ടുണ്ട്. ഞാൻ മുസ്ലിം ഇൻ്റലക്ച്വൽസുമായിട്ട് മലബാറിനെ കുറിച്ചാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യൻ വോട്ടുകൾ താരതമ്യേന UDFന് അനുകൂലമായിട്ട് തന്നെയാണ് മാറിയത്. പക്ഷേ ഈ മുസ്ലിം വോട്ടുകളിലാണ് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടൊരു ഒരു ചേഞ്ച് വന്നത്. ആ ചേഞ്ച് യഥാർത്ഥത്തിൽ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കിടയിൽ തങ്ങളുടെ രാഷ്ട്രീയാധികാരം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത് വളരെ പ്രധാനമാണ് എന്ന തോന്നൽ അവരുടെ ഇന്റലക്ച്വൽസിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസമായിട്ട് മുസ്ലിം ലീഗ് നടത്തിയ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഇതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു. അവർ വലിയ തോതിൽ തങ്ങളുടെ രാഷ്ട്രീയ അധികാരത്തെ ശക്തിപ്പെടുത്താനുള്ള ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അപ്പം LDFനെ സംബന്ധിച്ച് ഇവിടെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്. LDFനെ സംബന്ധിച്ചിടത്തോളം ആ മുസ്ലിം റെപ്രസെൻറ്റേഷൻ വേണ്ട വിധം കൊണ്ടുവരുന്നതിൽ അവർ വിജയിച്ചിട്ടില്ല. അവരുടെ കുറച്ച് കാൻഡിഡേറ്റ്സ് ഉണ്ടെന്നല്ലാതെ ഇപ്പോൾ പോലും കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പരിധിവരെ അവരെ റെപ്രസെന്റ് ചെയ്യുന്നത് മുസ്ലിം ലീഗാണെന്നൊരു അവസ്ഥയുണ്ട്. ഈ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കൺസോളിഡേഷൻ എന്ന് പറയുന്നത് BJPയോടുള്ള വിരോധം മാത്രമല്ല, തങ്ങളുടെ അധികാരവും രാഷ്ട്രീയവും കൂടുതൽ നിലനിർത്തണം. അത് കൂടുതൽ എംപവർമെന്റിന് സഹായകമാണ്. ആ നിലയിൽ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ UDFന് അനുകൂലമായിട്ടുള്ള ഒരു അനുകൂലമായ അന്തരീക്ഷമാണ് മൈനോറിറ്റി വോട്ടുകൾക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു തോന്നലാണുള്ളത്. ഇത് വളരെയേറെ ആഴത്തിൽ നമ്മൾ മലബാറിലെ സിറ്റുവേഷൻ പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ കഴിയും. വോട്ടുകളിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം പൊതുവിൽ മുസ്ലിം ലീഗിന് അനുകൂലമാണ്, അത് UDFന് അനുകൂലമാണ്. റൈറ്റ്. ശ്രീ ജയജിത് കുമാർ, അപ്പോഴും ഉള്ള പ്രശ്നം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാന്തപുരം സുന്നി വിഭാഗം അടക്കമുള്ളവരുടെ നിശബ്ദമായ പിന്തുണ UDF പക്ഷത്തായിരുന്നുവെങ്കിൽ ഇക്കുറി കാര്യങ്ങൾ വിഭിന്നമാണ്. മലബാറിൽ UDFിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് തന്നെ ചില മണ്ഡലങ്ങളിൽ വെല്ലുവിളി നേരിടുന്ന അഭൂതപൂർവമായ സാഹചര്യമുണ്ട്. ഒരു വിഭാഗം മുസ്ലിം സംഘടനകളുടെ നിലപാടുകൾ ഉണ്ട്. അതിനൊക്കെ അപ്പുറത്ത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായി ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതൽ കിട്ടിയ അനുഭവമുണ്ട്. മികച്ച സ്ഥാനാർത്ഥികൾ ചിലയിടങ്ങളിൽ പ്രത്യേകമായ രീതിയിൽ സ്വതന്ത്ര പരിവേഷത്തിൽ ഉണ്ടാക്കുന്ന വെല്ലുവിളിയുണ്ട്. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ UDFന് പരമ്പരാഗതമായി കിട്ടുന്ന ന്യൂനപക്ഷ വോട്ടുകളിൽ കുറവ് വരില്ലേ? അതേമാതിരി തന്നെയാണ് ക്രിസ്ത്യൻ മേഖലകളിൽ പുതിയൊരു കേരള കോൺഗ്രസ്, ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന പുതിയ പാർട്ടി വരികയും 4 മണ്ഡലങ്ങളിൽ ഒരിക്കലും LDFന് കിട്ടാനിടയില്ലാത്ത 4 മണ്ഡലങ്ങളിൽ അവരൊരു വെല്ലുവിളി ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലേക്ക് കടന്നു കയറാൻ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കാൻ LDFനെ സംബന്ധിച്ച് സാധിച്ചിട്ടില്ലേ? അല്ല, അതിനകത്ത് ശ്രീ അഭിലാഷ്, ഞാനൊരു കാര്യം പറയട്ടെ. ശ്രീ കാന്തപുരം വിഭാഗം എന്ന് പറയുന്നത് സുന്നി വിഭാഗത്തിലെ കാന്തപുരം EK സുന്നി AP സുന്നി എന്നൊക്കെ പറഞ്ഞ മലബാർ ശ്രീ ചെക്കുട്ടിക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾ കോഴിക്കോട് ഒരുമിച്ച് സഹപ്രവർത്തകരായതുകൊണ്ട് എനിക്കും ആ ലീഗ് പൊളിറ്റിക്സ് കുറച്ചെങ്കിലും അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. ശ്രീ കാന്തപുരത്തിൻ്റെ വിഭാഗം എല്ലാ കാലത്തും ഏറെക്കാലത്ത് ഒരു ഇടതുപക്ഷ ആഭിമുഖ്യമാണ് പുലർത്തി പോന്നിട്ടുള്ളത്. ഇടക്കാലത്ത് അതിന് മാറ്റം വന്നിട്ടുണ്ട് എന്ന് തന്നെയല്ല, ഈ പറഞ്ഞ 2 വിഭാഗങ്ങളെ തമ്മിൽ യോജിപ്പിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. കുറേയൊക്കെ വിജയിച്ചിട്ടുണ്ട് അക്കാര്യത്തിൽ. അപ്പോൾ അത് ഈ കാന്തപുരം വിഭാഗം പൂർണ്ണമായിട്ടും LDFനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്നതിൽ സത്യമുണ്ടെന്ന് തോന്നുന്നില്ല. ചില മണ്ഡലങ്ങളിൽ അവർ നിർണായക ഘടകമാകാം. ഒരുപക്ഷെ ഈ അഴീക്കോട് പോലുള്ള മണ്ഡലങ്ങളിൽ, മലബാറിൽ അത് ഒരു ഘടകമാകാം. മറ്റൊന്ന്, ഈ പറഞ്ഞ പോലുള്ള ഒരു ഇപ്പോൾ തന്നെ ഈ തിരുവനന്തപുരത്തെ നേമം എന്ന മണ്ഡലം എടുത്താൽ കഴിഞ്ഞ തവണയും ഇതുപോലെ ഇപ്പോഴത്തെ സിറ്റിംഗ് MLA ശ്രീ ശിവൻകുട്ടിയും ബഹുമാനായ മുതിർന്ന BJP നേതാവ് ശ്രീ രാജഗോപാലും മത്സരിച്ചിരുന്ന സമയം അവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്തേക്ക് പോയി. ശ്രീ ചാരുവാറിന് ജനതാദളിന് കൊടുത്ത സീറ്റ്. അപ്പോൾ അവിടെ ഈ പറഞ്ഞതുപോലുള്ള അന്ന് ഇത്രമാത്രം BJP അല്ല കേന്ദ്രം ഭരിക്കുന്നത്.
എങ്കിൽ പോലും ഈ BJPയുടെ ഈ പറഞ്ഞ വർഗീയ അജണ്ടയെ ഭയന്നിട്ട് അവിടെ ഒരു നിയമമണ്ഡലത്തിൽ സാമാന്യം ശക്തമായ ഒരു വോട്ട് ഷെയർ മുസ്ലിം കമ്മ്യൂണിറ്റിക്കുണ്ട്. അപ്പോൾ ഈ BJP ശ്രീ രാജഗോപാൽ വിജയിച്ച് വന്നാൽ ഉണ്ടാകാവുന്ന അപകടം കൃത്യമായിട്ടും മണത്തറിഞ്ഞിട്ട് ഒരു പക്ഷേ UDF പോലും യു ഡി എഫിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്നവർ പോലും ഒരു പക്ഷേ ശ്രീ ശിവൻകുട്ടിക്ക് വോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അന്ന് ജയിച്ചു വന്നത്. ഇത്തവണ അങ്ങനൊരു സാഹചര്യം അല്ല, അങ്ങനൊരു സാധ്യതയും ഇല്ല. ശ്രീ ജെ അജിത് കുമാർ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുക്കുക, അവിടെ ശശി തരൂർ 32,000 വോട്ടും LDFന്റെ ബെനറ്റ് എബ്രഹാം 31,000 വോട്ടും പിടിച്ചപ്പോൾ O രാജഗോപാലിന് 18,000 വോട്ടിന്റെ മേൽക്കൈ ലഭിച്ചു. അതേസമയം താങ്കൾ സൂചിപ്പിച്ചതുപോലെ UDFന്റെ സ്ഥാനാർത്ഥി ചാരുപാർ രവിക്ക് വെറും 20,000 വോട്ട് മാത്രം കിട്ടിയപ്പോഴാണ് രാജഗോപാലിനേക്കാൾ കൂടുതൽ 6,000 വോട്ട് അവിടെ ശിവൻകുട്ടി സമാഹരിച്ച് വിജയിക്കാൻ സാധിച്ചത്. LDFനോ UDFനോ ഏതെങ്കിലും ഒരു മുന്നണിക്ക് മറ്റേ മുന്നണിക്ക് പോകേണ്ട കുറച്ച് ശതമാനം വോട്ടുകൾ കൂടി കിട്ടിയാലേ BJP അവിടെ തോക്കൂ. ആ സാഹചര്യം മാറിയിരിക്കുന്നു അഭിലാഷ്. ആ സാഹചര്യം മാറിയിരിക്കുന്നു, കൃത്യമായിട്ട് ഞാൻ പറയാം. എന്ന് തന്നെയല്ല, ഈ അതിലുപരിയായിട്ട് ഇത്തവണ ശ്രീ രാജഗോപാൽ ഒരു പക്ഷേ 3ാം സ്ഥാനത്ത് പോയാലും അതിശയിക്കേണ്ടതില്ല. UDF വിജയിക്കുകയും ശ്രീ ശിവൻകുട്ടിക്ക് എന്തായാലും UDFന്റെ സഹായം ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതവിടെ നിൽക്കട്ടെ. ശ്രീ ചെക്കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ ഒരു വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ അവിടെ ഒരു നാല് സ്ഥാനാർത്ഥികൾ, ഫ്രാൻസിസ് ജോർജിൻ്റെ നേതൃത്വത്തിലുള്ള 4 സ്ഥാനാർത്ഥികൾ അവർ മാറി നിൽക്കുന്ന, അവർ PJ ജോസഫ് ഗ്രൂപ്പ് ആയിരുന്നു കേരള കോൺഗ്രസിൻ്റെ. കേരള കോൺഗ്രസിലെ ജോസഫ് ഗ്രൂപ്പ് ഇടതുപക്ഷ മുന്നണിയോടൊപ്പം ആയിരുന്നല്ലോ 2017 തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ അവരങ്ങോട്ട് പ്രത്യേകിച്ച് മാറിയതുകൊണ്ട് പ്രത്യേക അഡ്വാൻറ്റേജ് ഒന്നും അവിടെ പിന്നെ LDFന് കിട്ടാൻ പോകുന്നത് എനിക്ക് തോന്നുന്നില്ല. എന്ന് തന്നെ അവരുടെ 4 സ്ഥാനാർത്ഥികളിൽ അവരുടെ നേതാവ് ശ്രീ ഫ്രാൻസിസ് ജോർജ് മത്സരിക്കുന്ന ഇടുക്കി മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ പോലും സേഫ് അല്ല എന്ന് ഞാൻ പറഞ്ഞാൽ ശ്രീ അഭിലാഷ്, അത് ഞാൻ പറയുന്ന ആ അഭിപ്രായം, എൻ്റെ ഈ അഭിപ്രായം എന്ന് പറഞ്ഞുകൂടാ, പൊതുവായിട്ടുള്ള ശരിയാണ്, ഞാൻ അത് അംഗീകരിക്കുന്നു. ഇടുക്കിയിൽ വളരെ ടൈറ്റാണ് മത്സരം. ഫ്രാൻസിസ് ജോർജിന് ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യമുണ്ട് ഈ ഘട്ടത്തിൽ എന്ന് പറയുകയേ വയ്യ. റോഷി അഗസ്റ്റിൻ അവിടെ കാര്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് 24,000 വോട്ടിന്റെ മേൽക്കൈ കൊടുത്ത സെഗ്മെന്റ് ആണെങ്കിലും ഒട്ടും സേഫ് അല്ല. താങ്കൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ അതിനോട് യോജിക്കുന്നുണ്ട്. ശ്രീ RS ബാബു, അങ്ങനെ ന്യൂനപക്ഷ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാൻ ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന കേരള കോൺഗ്രസിന് ഒരു കക്ഷണത്തെ ഉണ്ടാക്കുക, അതേമാതിരി തന്നെ മലബാർ മേഖലയിൽ ന്യൂനപക്ഷ മേഖലകളിൽ മുസ്ലിം മേഖലകളിൽ ശക്തമായ അടിത്തറ ഉള്ള സ്വതന്ത്രരായ ആളുകളെ, വ്യാപാരികളെയൊക്കെ സ്ഥാനാർത്ഥിയായി നിർത്തുക, ആ രീതിയിൽ രാഷ്ട്രീയേതര വോട്ടുകൾ കൂടി സമാഹരിക്കുക തുടങ്ങിയ തന്ത്രങ്ങൾ ഇത്തവണ പയറ്റിയിരുന്നു. ഒരു 7 മണിക്കൂർ മാത്രമേ ഇനി തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ളൂ. അതിൻ്റെയൊക്കെ ഒരു കണക്കെടുക്കൽ നടത്താനുള്ള സമയമായി കാണും. പൂർണ്ണ ആത്മവിശ്വാസമുണ്ടോ ഇടതുമുന്നണിയെ സംബന്ധിച്ച്? LDF പൂർണ്ണ വിശ്വാസത്തിലാണ്. നല്ല ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് LDFന് ഇവിടെ അധികാരത്തിൽ വരാൻ കഴിയും. ആ കാര്യത്തിലേക്ക് തുടരുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ മോഹൻദാസ്, അദ്ദേഹം ഭംഗിയായി കള്ളം പറയാൻ സാമർഥ്യമുള്ള ഒരാളാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, കനയ്യകുമാറിനെ LDF കൊണ്ടുവരുന്നതിന് വിലക്ക് കാണിച്ചു, താല്പര്യക്കുറവ് കാണിച്ചു. ഞങ്ങൾക്ക് ഈ 140 നിയോജക മണ്ഡലത്തിലും കനയ്യകുമാർ വരണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സുപ്രീം കോടതിയുടെ ഉത്തരവ്, അദ്ദേഹം നിൽക്കുന്ന ജാമ്യ വ്യവസ്ഥ, ആ ജാമ്യ വ്യവസ്ഥ അതാണ് യഥാർത്ഥത്തിൽ തടസ്സമായി നിന്നത്. JNUവിലെ പ്രസംഗത്തിൻ്റെ പേരിൽ സംഘപരിവാർ ഇദ്ദേഹത്തിൻ്റെ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത്. അത്തരമൊരു പരിതസ്ഥിതിയിലാണ്. 2, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായ ഒരാൾ പട്ടാമ്പിയിൽ മത്സരിക്കുന്നു. ആ പട്ടാമ്പിയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് മാത്രം പ്രചരണം നടത്തുന്നതിന് നിയമപരമായ ചട്ടക്കൂടുകൾ കാരണം, കെട്ടുപാടുകൾ കാരണം അതിന് മാത്രമേ അദ്ദേഹത്തിന് കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് പട്ടാമ്പിയിലേക്ക് വന്നത്. പട്ടാമ്പിയിൽ തന്നെ നിശ്ചയിച്ചിരുന്ന തീയതിയിൽ അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. കാരണം അവിടെ ഡൽഹിയിൽ നടത്തിയ സമരത്തെ തുടർന്ന്, നിരാഹാര സമരത്തെ തുടർന്ന് അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. രക്തസമ്മർദ്ദം വല്ലാതെ കുറഞ്ഞതിനെ തുടർന്ന് നേരത്തെ നിശ്ചയിച്ച ആ തീയതിയിൽ പോലും പട്ടാമ്പിയിൽ എത്താനായിട്ട് കഴിഞ്ഞിരുന്നില്ല. ഇതാണ് സത്യമെന്നിരിക്കെ എത്ര ഈ ആളുകൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യം, ഒരു സംഘപരിവാറിൻ്റെ
ഒരു നേതാവ്, ഒരു ഭൗതിക കേന്ദ്രമായിട്ടുള്ള ഒരാൾ, അദ്ദേഹം പറയുകയാണ് കനയ്യകുമാറിനെ ഞങ്ങൾ ഉപേക്ഷിച്ചു എന്നു. അപ്പോൾ ഇത്തരത്തിലാണ് യഥാർത്ഥത്തിൽ സംഘപരിവാർ നുണ യഥാർത്ഥത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്, അതാണ് അക്കാര്യത്തിലെ താങ്കളുടെ ടേക്ക്. തുടരുക. ശ്രീ ടി ജി മോഹൻദാസ് എന്ന് മാത്രമല്ല, ഒടുവിൽ കനയ്യകുമാർ പട്ടാമ്പിയിൽ എത്തുമ്പോൾ അവിടെ വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പങ്കെടുത്ത ആളുകൾ കനയ്യകുമാർ മനു വാദ്സെ ആസാദി എന്ന് വിളിക്കുമ്പോൾ ഏറ്റുവിളിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആ സെന്റിമെന്റ്സ് ഇപ്പോഴും ഉണ്ട് സമൂഹത്തിൽ. അതെ, അഭിലാഷ, സെന്റിമെന്റ് എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല എന്നാണ് ഞാൻ പറയുന്നത്. ബാബു വല്ലാതെ ക്ഷോഭിച്ചതുകൊണ്ടാണ് ഞാൻ കള്ളം പറയുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ബാബുവിന് തന്നെ ഇതിൻ്റെ വസ്തുതകൾ അറിഞ്ഞുകൂടാ. നോക്കൂ, കനയ്യകുമാറിനെ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശവും നിലവിലില്ല. സുപ്രീം കോടതിയിൽ കനയ്യകുമാറിൻ്റെ ഒരു കേസും നിലവിലില്ല. അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തത് സുപ്രീം കോടതി അല്ല, ഡൽഹി ഹൈക്കോടതിയാണ്. ആ ജാമ്യാവസ്ഥയൊക്കെ അത് നെറ്റിൽ കിടപ്പുണ്ട്. ആ ജഡ്ജ്മെൻറ്റ് അത് ബാബു ഒന്ന് വായിച്ചു നോക്കണം. അതിനകത്ത് പ്രസംഗിക്കാനൊന്നും തടസ്സമില്ല. അദ്ദേഹം കഴിഞ്ഞ ആഴ്ചയും പൂനെയിൽ വന്ന് പ്രസംഗിച്ചു, ഹൈദരാബാദിൽ പ്രസംഗിച്ചു. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ മാസം 12-ാം തീയതി ഈ ഡൽഹി ഹൈക്കോടതിയുടെ വിധിയൊക്കെ ജാമ്യവിധി ഇരിക്കുമ്പോൾ തന്നെയാണ് സീതാറാം യെച്ചൂരിയാണ് പറഞ്ഞത് കഴിഞ്ഞ മാസം 12-ാം തീയതി മുതൽ അദ്ദേഹം കേരളത്തിൽ പ്രചരണം തുടങ്ങുന്നു എന്ന് പറഞ്ഞത്. അതെന്തുകൊണ്ട് ചെയ്തില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹം വരണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല. വന്ന് ഈ പറഞ്ഞ പോലെ സാഗരം പോലത്തെ ആൾക്കാർ അദ്ദേഹത്തിന് മുദ്രാവാക്യം വിളിക്കാനുണ്ടെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് നടക്കാമായിരുന്നല്ലോ. എന്താ കൊണ്ട് നടക്കാഞ്ഞത്? ഇത്രയും ചെറുപ്പമായ ഒരാളിന് ഒരു ദിവസം പട്ടിണി കിടന്നപ്പോൾ രക്തസമ്മർദ്ദം കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്നങ്ങ് വിശ്വസിക്കാൻ. ശരി, നമുക്ക് സമയപരിമിതി ഉണ്ട്. ശ്രീ ആർ എസ് ബാബു, വളരെ ചുരുക്കത്തിൽ ഒരു മറുപടി. അജണ്ട, അതായത് എന്താണോ JNU സംഭവം, എന്താണോ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ സംഭവിച്ചത്, എന്താണോ മുഹമ്മദ് അഖ്ലാഖിന് ദാദ്രിയിൽ സംഭവിച്ചത്, എന്തുകൊണ്ടാണോ പ്രമുഖ സാഹിത്യകാരന്മാർ അവാർഡുകൾ മടക്കിക്കൊടുത്തത്, ആ സാഹചര്യം കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നതിൽ വൈമുഖ്യം കാണിച്ചോ? അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയം നമ്മൾ ഉപയോഗിച്ചാൽ അതൊരു ഭൂരിപക്ഷ കൺസോളിഡേഷൻ ഇടയാക്കുമെന്ന് ഭയപ്പെട്ടോ? വളരെ പെട്ടെന്ന് ചുരുക്കിയ ഒരു മറുപടി, നമുക്ക് ചർച്ച അവസാനിപ്പിക്കണം. സുപ്രീം കോടതി ഇടപെട്ട് സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ്റെ ഭാഗമായിട്ടാണ് ഹൈക്കോടതിയിൽ കേസെത്തിയത്. ആ ഹൈക്കോടതിയിൽ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ജാമ്യ വ്യവസ്ഥകൾ നിശ്ചയിച്ചിട്ട് ആ കാര്യത്തിൽ ഉത്തരവ് ഉണ്ടായത്. 2, ഈ അസഹിഷ്ണുതയുടേതായിട്ടുള്ള മോഡി സർക്കാരിൻ്റെ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ LDF വളരെ ശക്തിയായിട്ട് നടത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ പ്രാദേശിക തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തുള്ള ബോധ നിലവാരത്തിൽ നിന്നും ന്യൂനപക്ഷങ്ങൾ മാറുന്നതിനുള്ള ഒരു അന്തരീക്ഷവും ഉണ്ടായിട്ടില്ല. അതേ ബോധ നിലവാരത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് പ്രതീക്ഷ. എന്തായാലും വിവിധ വിഷയങ്ങൾ 3 മാസത്തോളം ഉഴുതുമറിച്ച കേരളം നാളെ വിധി എഴുതുകയാണ്. ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയായിരിക്കുമോ ഭരണമാറ്റത്തിന് വേണ്ടിയായിരിക്കുമോ വിധി എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ആർ എസ് ബാബു, ശ്രീ ടി ജി മോഹൻദാസ്, ശ്രീ NP ചേക്കുട്ടി, ശ്രീ ജെ അജിത് കുമാർ.